അഭിമന്യ കുറിലോസ് തിരുമേനി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരായ നല്ലവരെ, സ്നേഹമുള്ള സഭാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, വളരെയധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ സഭയുടെ ലോകമെങ്ങും അറിയപ്പെടുന്ന അഭിമന്യ കുറിലോസ് തിരുമേനി നിങ്ങളെ പരിചയപ്പെടുത്തിയ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമത്തിൽ ഇന്ന് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഡയാലിസിസ് സെൻറ്റർ എന്തുകൊണ്ടും സമൂഹത്തിന് പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനും നിങ്ങളും ഇന്നത്തെ നിലയിൽ വളർന്നതിൽ സമൂഹത്തിനൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് എനിക്കും നിങ്ങൾക്കും സമൂഹത്തോട് തിരിച്ചു നൽകേണ്ടതായ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഈ ഡയാലിസിസ് സെൻറ്റർ ആ വിധത്തിലാണ് ഞാൻ കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഏലിയാസ് അച്ഛൻ എന്നെ സമീപിച്ചപ്പോൾ, ബോർഡ് മെമ്പർ ആണെങ്കിൽ കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ സമീപിച്ചപ്പോൾ, ഇങ്ങനെ ഒരു ഡയാലിസിസ് സെൻറ്റർ തുടങ്ങുന്നത് അതിന് വേണ്ടതായ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സാമ്പത്തികമായ സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ, ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ തന്നെ ഒരു ചാരിറ്റബിൾ ആം CVJ സെൻറ്റർ, ആ സെൻറ്ററിൽ 2 ഡയാലിസിസ് സെൻറ്റർ മെഷീൻ വാങ്ങിക്കത്തക്കവണ്ണമുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുവാനും അവരെ അത് പരിഗണിക്കണമെന്നുള്ള നിലയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. അവരത് പരിഗണിച്ചിട്ട് പറഞ്ഞ കാര്യം, അവർക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്നത് ഈ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾക്കാണ്. അവിടെ ഡയാലിസിസ് ഒരു ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു പ്രൊസീജിയറാണ്. അതിനു വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ടും തുക മാറ്റിവെച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു അഭ്യർത്ഥന വന്നപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി അത് പരിഗണിക്കുകയും 2 മെഷീൻ കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഈ ഡയാലിസിസ് സെൻറ്റർ ആയിട്ട് ഈ കാര്യത്തിൽ ബന്ധപ്പെട്ട് ഇവിടെ ഈ സെൻറ്ററുമായിട്ട് ഇതിനകത്ത് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിനുള്ള CVJ ഫൗണ്ടേഷൻ്റെ സന്തോഷം ഞാൻ അവർക്ക് വേണ്ടി നിങ്ങളോട് അറിയിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക കൂടി ചെയ്യുകയാണ്. അതിൻ്റെ ഒരു മെമ്പർ ഇവിടെയുണ്ട്. എൻ്റെ ഭാര്യയാണ്. അതായത് ഞങ്ങളുടെ ഡയറക്ടേഴ്സിൻ്റെ വൈഫ്സാണ് ആ CVJ ഫൗണ്ടേഷൻ്റെ മെമ്പേഴ്സ്. അവർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാനുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് പോയി അന്വേഷിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ടവരിവിടെ വന്ന് അന്വേഷിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് റെക്കമെൻഡ് ചെയ്യുകയും ഇത് സാങ്ഷൻ ചെയ്യുകയും ചെയ്തത്. ഇന്നിപ്പോൾ ഇത് തീർന്നതിന് ശേഷം ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോൾ കണ്ടതിൽ നിന്ന് പരിപൂർണമായിട്ടും മാറ്റം വന്ന ഒരു വേൾഡ് ക്ലാസ് ഡയാലിസിസ് സെൻറ്റർ എന്നുള്ള നിലയിൽ ഇത് വളർന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി ഞാൻ കാണുകയാണ്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട TT ഏലിയാസ് അച്ഛൻ, ഇതിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സലീം P. രാജൻ, ഇവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും ഒട്ടും കുറയില്ല. അതിൻ്റെ പുറകിൽ വേറെ പലരും പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. എന്നുവരെങ്കിലും ഇവർ 2 പേരുടെയും പ്രവർത്തനം ഏതെല്ലാം കാര്യത്തിൽ എവിടെയൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അപ്പം തീർത്ത് മുന്നോട്ട് പോകണം. അത് എല്ലാം ഭംഗിയായിട്ടായിരിക്കണം. ഞങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ക്വാളിറ്റി അതിലെവിടെയും ഉണ്ടാകണം, പ്രതിഫലിക്കണം എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ അത് പരിപൂർണതയിലേക്ക് എത്തിച്ചു എന്നുള്ളത് അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചാലും കുറവാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചടങ്ങ് സ്വിച്ച് ഓൺ ഡയാലിസിസ് മെഷീൻ, അതിനു വേണ്ടിയിട്ട് അത് വയ്ക്കാനായിട്ട് ഞാൻ പോകുന്നതിന് മുമ്പായിട്ടുള്ള എല്ലാവർക്കും ഇതിനു വേണ്ടിയിട്ടുള്ള ആശംസകൾ നേരുന്നു. ഈ പ്രസ്ഥാനം ഈ സമൂഹത്തിന്, പ്രത്യേകിച്ച് ഇവിടെ അടുത്തുള്ള നെയ്ബർഹുഡിന് തീർച്ചയായിട്ടും പ്രയോജനകരമായിരിക്കും.
കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൻ്റെ പരിപൂർണമായ സപ്പോർട്ട് ശ്രീ ജോയ് പി ജേക്കബ് ഇതിന് തന്നു കഴിഞ്ഞു. ഡോക്ടർ കിഷോറും ഇവിടെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് ഇതിൽ നിന്ന് വളർന്ന് വേറെ നിലയിലേക്ക് ഉയരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചെയ്യും. And now we'll have the switch on of the dialysis machine.